നമസ്കാരം. ഇന്ന് ഋഷഭ് പന്ത് എന്നിട്ട് ആ സഞ്ജീവ് ഗോയങ്കയുടെ അടുത്ത് 4 വർത്തമാനം പറയണം. സാധാരണ അയാളാണല്ലോ വർത്തമാനം പറയുന്നത്. എന്തായാലും ഇത്രയും ഒരു മീഡിയോക്കർ ബോളിംഗ് ലൈനപ്പും ഇങ്ങനെ ഒരു ബാറ്റിംഗ് ലൈനപ്പൊക്കെ വെച്ചിട്ട് ഈ ഒരു മാച്ച് ജയിക്കുക, ഇത്രയും മാച്ച് ജയിക്കുക എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ് ടു LSG ആൻഡ് പന്ത്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം നല്ലൊരു സ്ട്രൈക്ക് ബോളറില്ല. അവരുടെ ബോളേഴ്സ് എല്ലാം പരിക്ക് മൂലം പുറത്തായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്ന ബോളേഴ്സ് ആയാലും പരിക്കുന്ന് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ഇവരുടെ ഒരു സ്ട്രൈക്ക് ബോളർ എന്ന് പറയുന്നത് ഷർദുൽ താക്കൂറാണ്. അപ്പോൾ ആലോചന ബോളിംഗ് ലൈനപ്പിൻ്റെ ആ ഒരു മികവെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് ഈ മാച്ച് ജയിക്കുക എന്ന് പറഞ്ഞത് നല്ല ക്യാപ്റ്റൻസിയും നല്ല പെർഫോമൻസ്, നല്ല ടീം പെർഫോമൻസും ആണ്. അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ടോപ്പ് ഓർഡർ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഒരു മിഡിൽ ഓർഡറിൽ, ലോവർ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ വളരെ ആൾ കുറവാണ്. മില്ലറൊന്നും പഴയ ഒരു ഫോമിലേക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ടീം വെച്ചിട്ട് ബാറ്റിങ്ങിലും 200+ അടിക്കുക, ബോളിങ്ങിൽ മുംബൈ പോലൊരു ടീമിനെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് LSG ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നത്തെ മാച്ചിൽ ഇവരുടെ മെയിൻ ഫോമിലുള്ള ബാറ്റ്സ്മാനായിട്ടുള്ള പൂറൻ നല്ല രീതിയിൽ കളിച്ചില്ല. അതുപോലെ തന്നെ ഋഷഭ് പന്തിന് പഴയ പോലെ തന്നെ ഇന്നത്തെ മാച്ചിലും പെർഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ LSGയുടെ ബാറ്റിങ്ങിൽ ഡെപ്ത് കുറവുള്ളത് ഇവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. എല്ലാ മാച്ചിലും ഏതെങ്കിലും 1-2 പേര് അവർ പെർഫോം ചെയ്യും. ഇന്ന് മിച്ചൽ മാർഷ് പെർഫോം ചെയ്തു, പൂറൻ പെർഫോം ചെയ്തില്ല. അപ്പോഴത്തേക്കും മാർക്കം പെർഫോം ചെയ്തു. അങ്ങനെ ടോപ്പ് 3-4 ആരെങ്കിലുമൊക്കെ ഇവർ പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ എല്ലാവരും അവരുടെ രീതിയിൽ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ്, അബ്ദുൾ സമദ് ആയാലും അതുപോലെ തന്നെ ബദോനി ആയാലും മില്ലർ ആയാലും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ട് ടീമിനെ ഒരു ഡീസൻറ്റ് സ്കോറിലേക്ക് എല്ലാ മാച്ചിലും എത്തിക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു ബോളറാണ് ദിഗ്വേഷ് സിംഗ്. ഇന്ന് 21 റണ്ണേ വിട്ടുകൊടുത്തുള്ളൂ. 4 ഓവറിൽ ഒരു വിക്കറ്റും എടുത്തു. വളരെ എക്കണോമിക്കലായിട്ട് ബോൾ ചെയ്യുന്ന, ഇത്രയും 200 ചേസ് ചെയ്യുമ്പോൾ ആ ഒരു ബോളിംഗ് പെർഫോമൻസ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു ബോളിംഗ് പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ എറിഞ്ഞ 19ാമത്തെ ഓവർ, ഹാറ്റ്സ് ഓഫ്. ആ ഒരു ഓവറിൽ റണ്ണ് വന്നിരുന്നുണ്ടെങ്കിൽ ഹർദിക് പാണ്ഡ്യ ഒരുപക്ഷെ ലാസ്റ്റ് ഓവറിൽ അടിച്ച് ജയിപ്പിച്ചേനെ. ഒരു 6-7 റൺ ആ ഓവറിൽ വന്നിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് ഓവറിൽ ഒരുപക്ഷെ ഹർദിക് പാണ്ഡ്യ അടിച്ച് ജയിപ്പിച്ചത്. അപ്പോൾ 19th ഓവർ വളരെ ക്രൂഷ്യലായി. അങ്ങനെ എല്ലാ രീതിയിലുള്ള ചെറിയ ചെറിയ ക്യാച്ചസ്, രവി ബിഷ്ണോയ് എടുത്ത കുറേ ക്യാച്ചസ് ഒന്നും മിസ് ചെയ്തില്ല. ക്യാച്ചസ് ഒന്നും ഫീൽഡിൽ അവരെടുക്കുന്ന ആ ഒരു എഫോർട്ട്, ആസ് എ ടീം അവരുടെ ബലഹീനതകളെല്ലാം അവഗണിച്ചുകൊണ്ടിട്ട് അവരെടുക്കുന്ന ആ ഒരു എഫോർട്ടുണ്ട്. അതാണ് അവർക്ക് വിജയം കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ള ടീമുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ടീം ഭയങ്കര ഒരു ആവറേജോ അല്ല ബിലോ ആവറേജ് ഒന്നും തോന്നത്തക്ക ഒരു ടീമാണ്. ആ ടീമിൻ്റെ ഈ പെർഫോമൻസ് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. അതുപോലെ ഇവരുടെ 2 ബോളേഴ്സ് ആകാശ്ദീപും ആവേശ് ഖാനും, ഇവർ രണ്ടുപേരും പരിക്ക് കഴിഞ്ഞിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പരിക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫാസ്റ്റ് ബോളറിൻ്റെ പെർഫോമൻസ് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. എന്നിട്ടും അവർ എടുക്കുന്ന എഫോർട്ട്, അവർ കൊടുക്കുന്ന പെർഫോമൻസ് നല്ല പെർഫോമൻസ് തന്നെയാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സഹീർ ഖാൻ ആസ് എ ബോളിംഗ് കോച്ച് ഇത്രയും ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പിനെ വെച്ചിട്ട് പരിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ബോളിംഗ് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് സഹീർ ഖാനും അർഹിക്കുന്നത് തന്നെയാണ്. ഇനി മുംബൈയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അൺലക്കിയാണ്. ഫസ്റ്റ് ഓവറിൽ ആ മിച്ചൽ മാർഷിൻ്റെ വിക്കറ്റ് അവർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഭയങ്കര അൺലക്കി ആയിപ്പോയി. ഇനി മുന്നോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോളേഴ്സ് ഹർദിക് പാണ്ഡ്യ ഡീസൻ്റായിട്ട് നന്നായിട്ട് തന്നെ എറിഞ്ഞു, 5 വിക്കറ്റ് എടുത്തു. ഇനി ബാക്കിയുള്ള ബോളേഴ്സിനെ റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇന്നത്തെ മാച്ചിൽ. കാരണം ട്രെൻഡ് ബോൾട്ട് ഇത്രയും അടികൊണ്ട മാച്ചാണ്. അശ്വിനി കുമാറിനൊക്കെ നന്നായിട്ട് അടികൊണ്ട മാച്ചിൽ ട്രെൻഡ് ബോൾട്ടിന് 1 ഓവർ ബാക്കിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദീപക് ചാറിന് 1-2 ഓവർ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്കി എല്ലാ ബോളേഴ്സും എക്സ്പെൻസീവ് ആയ സ്ഥിതിക്ക്. ഇതിനകത്ത് മറ്റൊരു കാര്യം, വിഘ്നേഷ് പുത്തൂർ ഡീസൻ്റായിട്ട് എറിഞ്ഞു മാറി 31 റണ്ണേ കൊടുത്തുള്ള ഒരു ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ് എടുത്തു. അപ്പോൾ ആ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മുംബൈയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വിക്കറ്റ് പോയത് വലിയ തിരിച്ചടിയായി പോയി. അതിനകത്ത് ഋഷഭ് പന്തിന് ക്രെഡിറ്റ് കൊടുക്കണം. ആ ഫീൽഡ് ഇട്ട് പ്രോപ്പറായിട്ട് ബോൾ ചെയ്തിട്ട് നന്നായിട്ട് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് ആ 2 വിക്കറ്റ് എടുത്തതിന്. പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യകുമാർ യാദവ് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. അതിനുശേഷം നമൻദീർ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു കളിച്ചത്. അവർ സത്യം പറഞ്ഞാൽ ഒരു 15 ഓവർ വരെയൊക്കെ മുംബൈ മാച്ചിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കളി ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. തിലക് വർമ്മയുടെ ഒരു ബാഡായിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മളിന്ന് കണ്ടു. പക്ഷേ ഇറ്റ് ഹാപ്പൻസ്. ഇപ്പോൾ എല്ലാ പ്ലേയേഴ്സും എല്ലാ മാച്ചിലും പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ബാഡ് ഡേ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം തിലക് വർമ്മയുടെ. പക്ഷേ അത് നന്നായിട്ട് ഇമ്പാക്ട് ചെയ്തു മുംബൈയുടെ ആ ഒരു റൺ റേറ്റിൽ അവസാനത്തേക്ക് എത്താൻ നേരത്ത്. എങ്കിലും ഹർദിക് പാണ്ഡ്യ അടിച്ച് ജയിപ്പിക്കുമെന്ന് തോന്നി. ആ ഒരു 19th ഓവറിൽ ഒരു 5-6 റൺ എക്സ്ട്രാ വന്നിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹർദിക് പാണ്ഡ്യ ലാസ്റ്റ് ഓവറിൽ അടിച്ച് ജയിപ്പിച്ചേനെ. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിലക് വർമ്മയെ റീപ്ലേസ് ചെയ്തത് വളരെ മോശമായിപ്പോയി. അതൊരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ളൊരു നടപടിയായിപ്പോയി. കാരണം തിലക് വർമ്മയെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ഒന്നുമല്ല സാർനർ. എത്ര ഫോമൗട്ടാണെന്നുണ്ടെങ്കിലും തിലക് വർമ്മയ്ക്ക് ഒരുപക്ഷെ ആ ലാസ്റ്റ് ഓവറിൽ ഒരു ബോൾ കിട്ടിയ 6 അടിക്കാനുള്ള പ്രാപ്തിയുള്ളൊരു ബാറ്റ്സ്മാനാണ്. സാർനറിനെക്കാട്ടി എന്തായാലും ബെറ്ററാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ അങ്ങനെ ഒരു ബാറ്റ്സ്മാനെ റീപ്ലേസ് ചെയ്ത് ടോട്ടലി അവരൊരു മെൻ്റൽ മോറലിനെ തന്നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമായിപ്പോയി. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ മാച്ചിൽ ഏകദേശം അവസാനം വരെ ഉണ്ടായിരുന്ന മുംബൈ പടിക്കെ കൊണ്ട് കലവടച്ചെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓൾ ക്രെഡിറ്റ് ടു LSG ആൻഡ് ഋഷഭ് പന്ത്. ആ ഒരു ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ഈ ഒരു ടീം വെച്ചിട്ട് ഈ ഒരു പെർഫോമൻസ് എന്തായാലും കൊടുക്കുന്നതല്ല. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഈ IPL എല്ലാ ടീമുകളും വളരെ ക്ലോസ് ആയി വരികയാണ്.
നല്ല ടീമുകളപ്പോൾ നമ്മൾ എഴുതി തള്ളിയ അല്ലെങ്കിൽ എന്താ പറയുക ആവറേജ് എന്നോ ബിലോ ആവറേജ് എന്ന് ചിന്തിച്ചിരുന്ന ടീമുകൾ പോലും മികച്ച ടീമുകളിൽ അടിച്ചു വേണം മുംബൈ പോലുള്ള. ഇപ്പോൾ നമ്മളുണ്ട് കൊൽക്കത്ത ആവറേജ് എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അവർ SRHനെ അടിച്ചു. അങ്ങനെയുള്ള പെർഫോമൻസ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ടൈറ്റ് ആവുകയാണ്, ടീമുകൾ തമ്മിലുള്ള ഒരു മാർജിൻ വളരെ തിന്നായി വരികയാണ്. അതുകൊണ്ട് തന്നെ ടൂർണമെൻറ്റ് വളരെ നല്ല കാര്യമാണ്, നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള നല്ല വാശിയേറിയ മത്സരങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് മുംബൈ vs LSG മാച്ചിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എതിരഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും പങ്കുവെക്കുക. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.